ഹായ് ഗേസ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന ഒരു ട്രോളി സ്പീക്കറാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യണം. ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലായതുകൊണ്ട് കുറച്ച് ന്യൂനതകളും അതുപോലെ കുറവുകളും എല്ലാം ഉണ്ടാവും. പക്ഷേ അതൊന്ന് നിങ്ങൾ ക്ഷമിക്കണം. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ്. അപ്പോൾ ഇത് നിങ്ങളിന്ന് പരിചയപ്പെടുത്താം. ഇത് അഹുജ കമ്പനിയുടെ ട്രോളി സ്പീക്കറാണ്. നമുക്ക് തുറന്നു നോക്കാം. ഇതിൻ്റെ ബോഡി ഇത് 8 ഇഞ്ച് വലിപ്പമുള്ളൊരു സ്പീക്കറാണ് ഇതിൻ്റെ അകത്തുള്ളത്. നല്ല മനോഹരമായ ഫിനിഷിംഗ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ പുറകുവശത്താണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് മുഴുവൻ ഇതിൻ്റെ പുറകുവശത്താണ്. ട്രോളി പോലെ 2 വീലുണ്ട്. അതുപോലെ ഇതിൻ്റെ കൺട്രോളിങ് പാനലെല്ലാം ഇതിൻ്റെ ബാക്ക് പുറകുവശത്തുണ്ട്. 2 കോർഡ്ലെസ് മൈക്ക് വർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. മൈക്ക് 2 എണ്ണം ഇതിൻ്റെ കൂടെയുണ്ട്. 2 മൈക്കുണ്ട്. 2 കോർഡ്ലെസ് മൈക്കാണ്. അതുപോലെ ചാർജിങ് യൂണിറ്റ്, ഇത് ചാർജ് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് മെയിൻസിൽ നിന്ന് ചാർജ് ചെയ്യാനുള്ള ഇതുണ്ട്, ഓപ്ഷൻ ഉണ്ട്. അതുപോലെ കോർഡ്ലെസ് മൈക്ക് അല്ലാതെ തന്നെ 2 മൈക്ക് കുത്താനുള്ള സാധാ മൈക്ക്, കോഡുള്ള മൈക്ക് 2 കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ ഇതിന് ബ്ലൂടൂത്ത് സംവിധാനം, ബ്ലൂടൂത്ത് ഉണ്ട്, പെൻഡ്രൈവ് കുത്താം. അതുപോലെ നമുക്ക് കൺട്രോളിങ് യൂണിറ്റ് മൈക്ക് സെപ്പറേറ്റ് മൈക്കിൻ്റെ വോളിയം കൂട്ടാവുന്ന സംവിധാനമുണ്ട്. പിന്നെ നമുക്ക് ഇതിന് പ്രീ ഔട്ട് എടുക്കാം, വേറെ ആമ്പിലേക്ക് ഇതിന് ഔട്ട് എടുക്കാം. പിന്നെ DC 12 വോൾട്ടിലും നമുക്ക് വർക്ക് ചെയ്യിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ വേറെ പ്രത്യേകത ട്രോളി ഇങ്ങനെ ഹാൻഡിൽ ഒരെണ്ണം ഉണ്ട്, പൊക്കി വയ്ക്കാം. അത് വലിച്ചുകൊണ്ട് നടക്കാവുന്നതാണ്. സാധാരണ ഒരു മൈക്കാണ് എല്ലാത്തിനും ഉള്ളത്. 2 മൈക്ക് ഉണ്ട്. അത് 2 അഹുജയുടെ 2 മൈക്കും ഉണ്ട്. വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ കുഴപ്പം ഞങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 6 മാസമായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 35 മിനിറ്റ് 40 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ പവർ സപ്ലൈ ചാർജ് ചെയ്താൽ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഒരു 40 മിനിറ്റ് മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതൊരു ന്യൂനതയാണ്. നമുക്ക് ബാറ്ററി ബാക്കപ്പ് കുറവാണ്. പിന്നെ ചെറിയ പരിപാടികൾക്ക് കുറച്ച് സമയം ഒക്കെയാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചെറിയ മീറ്റിങ്ങുകൾക്കൊക്കെ ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ വലിപ്പം, അതായത് 8 ഇഞ്ച് ഉള്ളൂ, 8 ഇഞ്ച് ബോക്സ് ഉള്ളൂ. ഒരു 10 ഇഞ്ച് ബോക്സ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഒരു സൗണ്ട് എഫക്റ്റ്, വലിയ അകലം കൂടുതൽ കിട്ടിയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഇതുപോലെ തന്നെ നമുക്കിത് ട്രാൻസ്ഫോമർ ഐറ്റമാണ്. ചാർജിങ് യൂണിറ്റൊക്കെ ട്രാൻസ്ഫോമറാണ്, SMPS അല്ല. അതുകൊണ്ട് നമുക്ക് ചെറിയ ഇൻവെർട്ടറുകളിലൊന്നും ഇത് സപ്ലൈ ചാർജിങ് ആവില്ല. അങ്ങനൊരു കുഴപ്പം കൂടി ഇതിനുണ്ട്. ഇതിന് ഏകദേശം ഒരു 14 രൂപ 14,000 രൂപയോളം വിലയുണ്ട്. ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ 14,000 രൂപയോളം വിലയുണ്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് ചെറിയ പരിപാടികൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ തന്നെ അഹുജ അല്ലാത്ത വേറെ കമ്പനികൾ ഇതിലും വില കുറഞ്ഞ് പിന്നീട് ഞാൻ പരിചയപ്പെടും.
ഗേസ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.